പ്രജിൻ, ഇതിൻ്റെ ഒരു ആ, ഭ്രമണപഥം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? 6 മണിക്കൂർ നീണ്ട ഒരു പര്യവേഷണമാണ് ഈ ചാന്ദ്ര പാളികളെ ക്ഷമിക്കണം സൗരപാളികളെ സംബന്ധിച്ച് നടത്താൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഒരു പ്രോബ 3യുടെ മിഷൻ? ഇനി വരുന്ന പഠനങ്ങളിൽ എത്രത്തോളം നിർണായകമാണ്? ഗൂഗിൾ തീർച്ചയായിട്ടും എന്തായാലും ആദ്യഘട്ടത്തിൽ ISROയുടെ ആ ലിഫ്റ്റ് ഓഫ് അത് ഗംഭീരമായിരുന്നു. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ ശാസ്ത്രജ്ഞർ. കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ISROയ്ക്ക് വലിയ എന്താണ് പറയുക, അത് വലിയ ജോബായിട്ട് തോന്നുന്നില്ല. കാരണം ഈ C-59 നേരത്തെ ഗൂഗിളിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നിരവധി തവണ സ്പേസ് ക്രാഫ്റ്റുകളെയും നമ്മുടെ ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിൽ എത്തിച്ചതാണ് ISROയുടെ C-59 എന്ന് പറയുന്ന കരുത്തൻ. ആ രീതിയിൽ ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മറ്റൊരു ഏജൻസിയുടെ 2 സ്പേസ് ക്രാഫ്റ്റുകളെ ഒരേ സമയത്ത് വഹിച്ചുകൊണ്ട് മുകളിലേക്ക് കുതിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ മിടുക്കനായ C-59. അങ്ങനെ അത് വീണ്ടും ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുന്നു ISROയ്ക്ക്. എന്താണ് ഈ മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ എന്ന് പറയുന്ന മിഷനിലെ മൂന്നാമത്തെ മാത്രം. അത് പ്രോബ 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രോബ 3 എന്ന് പറയുന്ന മിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ആക്ച്വലി നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ആണ് നടക്കാൻ പോകുന്ന കാര്യം. അതായത് ഇത് സാധ്യമാക്കാൻ കഴിയുമെന്ന് വേൾഡിനെ അല്ലെങ്കിൽ സയൻസിനെ അല്ലെങ്കിൽ ലോകത്തെ അറിയിക്കാൻ പോവുകയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഇനി എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം. നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, കൊറോണയെക്കുറിച്ചുള്ള പഠനമാണ്. കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡിന്റെ കാരണമാകുന്ന വൈറസ് അല്ല, മറിച്ച് നമ്മുടെ സൂര്യന്റെ ഏറ്റവും വെളിയിലുള്ള പാളിയെക്കുറിച്ചുള്ള പഠനമാണ്. ആ പാളിക്ക് പറയുന്ന പേരാണ് കൊറോണ. അതിനെക്കുറിച്ചുള്ള ശാസ്ത്ര പഠനമാണ് ലക്ഷ്യമിടുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്കറിയാം, സൂര്യന്റെ ശക്തിയേറിയ രശ്മികളുണ്ട്. അതിന് വിലങ്ങുതടിയാവുന്നത് സൂര്യന്റെ അത്രമാത്രം ഊർജ്ജമുള്ള ആ ഒരു സൂര്യരശ്മികൾ തന്നെയാണ്. അപ്പോൾ നേരിട്ട് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പഠിക്കുക പ്രയാസമാണ്. പിന്നെ ആകെയുള്ള വഴി ഈ സൂര്യഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് മാത്രമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നത് സാധ്യമാവുക. ഇപ്പം നമ്മുടെ ആദിത്യ L1 ഒക്കെ പോയ കാര്യം പ്രേക്ഷകർക്ക് ഓർമ്മയിലുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ അടുത്തേക്ക് പോയി നിന്നുകൊണ്ട് സൂര്യനെക്കുറിച്ച് പഠിക്കുക എന്നതൊരു ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണത് സാധ്യമാവുക എന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി ചിന്തിച്ചു. അങ്ങനെയാണ് കൃത്രിമമായി നമുക്ക് എന്തുകൊണ്ട് ഒരു സൂര്യഗ്രഹണം ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം, സൂര്യഗ്രഹണം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്, ആ സമയത്തിനുള്ളിൽ തന്നെ ആ പഠനങ്ങൾ നടത്തുക ഒരുപക്ഷെ ശ്രമകരമായിരിക്കും. അതുകൊണ്ട് കുറച്ചധികം സമയം ഈ പറയുന്നത് പോലെ ഒരു സൂര്യഗ്രഹണം സാധ്യമാക്കുകയാണെങ്കിൽ, ഒരു കൃത്രിമ സൂര്യഗ്രഹണം സാധ്യമാക്കുകയാണെങ്കിൽ അതിന് എന്താണ് ഒരു വഴി എന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി ചിന്തിച്ചു. അങ്ങനെയാണ് 2 എയർക്രാഫ്റ്റുകളെ ഒരേ സമയം വിക്ഷേപിക്കുക എന്ന് പറയുന്നത്. ഒരു പക്ഷേ പ്രിസൈസ് ഫ്ലൈയിങ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം, പ്രിസൈസ് ഫ്ലൈയിങ് മെക്കാനിസമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2 സ്പേസ് ക്രാഫ്റ്റുകളെ ഒരേ സമയത്ത് ഒരു നിശ്ചിത അകലത്തിൽ, ആ നിശ്ചിത അകലം ഇവിടെ 144 മീറ്റർ ആണ്, 144 മീറ്റർ മാത്രം അകലെ 2 സ്പേസ് ക്രാഫ്റ്റുകളെ ഭ്രമണപഥത്തിൽ നോക്കുക. നമ്മുടെ ബഹിരാകാശത്ത് പോയ ശേഷം അവിടെ ഒരു ഭ്രമണപഥത്തിൽ 2 എയർക്രാഫ്റ്റുകളെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അതായത് 144 മീറ്റർ മെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു വ്യത്യാസത്തിൽ സ്പേസ് ക്രാഫ്റ്റുകളെ കറക്കണം, ഈ ഭ്രമണപഥത്തിൽ ഇങ്ങനെ ചുറ്റിക്കണം. എവിടെ? ഭൂമിക്ക് മുകളിൽ. അതൊരു വളരെ ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ അതിനെന്താണ് ടെക്നോളജി? ആ ടെക്നോളജിയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. മുന്നിലുള്ള, അതായത് 2 സ്പേസ് ക്രാഫ്റ്റുകളുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ ഒക്കൽട്ടർ ഉണ്ട്, മറ്റൊന്ന് കൊറോണഗ്രാഫാണ്. ഈ 2 സ്പേസ് ക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഒക്കൽട്ടറാണ്. ഈ ഒക്കൽട്ടർ നൽകുക എന്താണെന്ന് വെച്ചാൽ ഒരു സൂര്യനിലെ ഒരു മറ പോലെ വർക്ക് ചെയ്യുകയും ആ മറയിൽ ഒരു ഭ്രമണപഥത്തിൽ കൃത്യമായി കറങ്ങുമ്പോൾ ഒരു മറയുണ്ടാക്കുകയും ഒരു കൃത്രിമ സൂര്യഗ്രഹണത്തിന്റെ ഒരു എഫക്റ്റ് സൃഷ്ടിക്കുകയും ചെയ്യും. തൊട്ട് പിന്നിലുള്ള കൊറോണഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ആ സമയത്ത് സൂര്യനിലെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ കഴിയും എന്നതാണ് ടെക്നോളജി. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 144 മീറ്റർ അകലത്തിൽ 2 സ്പേസ് ക്രാഫ്റ്റുകളെ ഭ്രമണപഥത്തിൽ ഒരേ സമയം കറക്കുക എന്ന ഏറെ ശ്രമകരമായ ഒരു ടെക്നോളജിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി നടത്താൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കൺട്രോൾ അത് ഭൂമിയിൽ നിന്ന് മാത്രമാണുള്ളത്. അകലെ പോയി ഏതാണ്ട് 66,000 കിലോമീറ്റർ അപ്പോജി വരുന്ന പെരിജിയം അപ്പോജി നമുക്കറിയാം. അതായത് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഭ്രമണപഥത്തിന്റെ ഒരു ദൂരമാണ് ഈ പറയുന്ന 64,000 കിലോമീറ്റർ. ഏതാണ്ട് അത്രയും കിലോമീറ്റർ അകലെയുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിനെ 144, അത്രയും പ്രിസൈസ് ആണ്. 144 എന്ന് പറയുന്ന ആ മീറ്റർ എപ്പോഴും കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വളരെ കൃത്യമായ റീഡിംഗ് കിട്ടുക. ഈ റീഡിംഗ് സാധ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കൊറോണയെക്കുറിച്ച് പഠിക്കുക, സൂര്യന്റെ ഏറ്റവും പുറംപാളിയെക്കുറിച്ച് പഠിക്കുക, അവിടെയുള്ള മാറ്റങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുക. ഇതാണ് കൊറോണഗ്രാഫ് ചെയ്യുക. ആ കൊറോണഗ്രാഫിന് ആ പഠനം നടത്താൻ ഒരു കൃത്രിമ കവചമായി അല്ലെങ്കിൽ കൃത്രിമമായി ഒരു മറയായി തൊട്ട് മുന്നിലുള്ള ഒക്കൽട്ടർ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിനെ ഉപയോഗപ്പെടുത്തുക.
ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിന് വേഗം കുറവോ കൂടുതലോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 144 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു അകലം അത് നഷ്ടപ്പെടും. ഒരു 0.00001 പോലും ഉണ്ടാകാൻ പാടില്ല, അത്രയും പ്രിസൈസ് ആയിരിക്കണം. സോ ആ രീതിയിലുള്ള ഒരു സയൻസ് ആൻഡ് ടെക്നോളജി, ആ ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി ചെയ്യാൻ പോകുന്നത്. അത് സാധ്യമായാൽ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രോബ 4 അല്ലെങ്കിൽ പ്രോബ 5 ഒക്കെയുള്ള പുതിയ മിഷൻസ് ഉണ്ടാവും. ആ മിഷനിലായിരിക്കും കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പേലോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കൊറോണയെ കുറിച്ചൊക്കെ പഠിക്കുക. അപ്പോൾ എന്താണ് ഇതിൽ ISROയുടെ പാർട്ട് എന്ന് ഒരുപക്ഷെ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും. ISRO ആണ് ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളെയും വഹിച്ചുകൊണ്ട്, ഇപ്പോൾ എൻ്റെ പിന്നിലുള്ള ഈ ഗ്രാഫിൽ അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മൾ കുതിച്ചു, ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇങ്ങനെ PSLV C-51 എന്ന് പറയുന്ന റോക്കറ്റ്, ഇതിനകത്തുള്ള രണ്ട് എയർക്രാഫ്റ്റുകൾ, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഒക്കൽട്ടർ സ്പേസ് ക്രാഫ്റ്റ് ആണ്, മറ്റൊന്ന് കൊറോണഗ്രാഫ് സ്പേസ് ക്രാഫ്റ്റ് ആണ്. രണ്ടും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ്. ഇതിനകത്തുണ്ടത് അതിങ്ങനെ അത് കുതിച്ചുയരുകയാണ്. ഇത് ഉയർന്ന ഓരോ പ്രത്യേക ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. ഓരോ സെപ്പറേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ മുകളിലോട്ട് പോകുന്നതോറും നമ്മുടെ താഴെ നിന്നുള്ള ഊർജ്ജം കുറഞ്ഞു വരും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള മറ്റ് ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഈ സൂചിപ്പിക്കുന്നത് സെപ്പറേഷൻ, ഇഗ്നിഷൻ ഓഫ് PS2 എന്നൊക്കെ പറയുന്നത്. പുതിയ ത്രസ്റ്ററുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഘട്ടമാണ്. ആ ഓരോ ഘട്ടങ്ങളും പിന്നിട്ട് ഇതാ ഇവിടേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ലാസ്റ്റ് ഫേസിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ കട്ട് ഓഫ് PS4 എന്ന് പറയുന്നത്. സാറ്റലൈറ്റിന്റെ സെപ്പറേഷൻ സംഭവിക്കുന്ന ഏറ്റവും ഒടുവിലാണ്. ഈ സാധനത്തെ ഇവിടേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം, ISROയുടെ ദൗത്യം. അത് കൃത്യമായി ഈ ഘട്ടങ്ങളെല്ലാം പിന്നിടുകയാണ്. നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ആ ഫ്ലൈറ്റ് സീക്വൻസ് കൃത്യമായിട്ട് അവിടെ കാണാം. ആ കട്ട് ഓഫ് PS4 എന്ന് പറയുന്നതിന് ശേഷമുള്ള ഈ സ്പേസിൽ വെച്ചാണ്, കട്ട് ഓഫ് PS4ന് മുകളിലുള്ള ഈ സ്പേസിൽ വെച്ചാണ്, ഈ ഘട്ടത്തിൽ വെച്ചാണ് സാറ്റലൈറ്റിന്റെ സെപ്പറേഷൻ സംഭവിക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന രണ്ട് ഈ സ്പേസ് ക്രാഫ്റ്റുകളും ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി പ്രിസൈസ് ആയിട്ട് ആ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതാണ് ISROയുടെ PSLV C-51ന്റെ പാർട്ട്. അവരുടെ ദൗത്യം അത് കൃത്യമായി അവർ ചെയ്യുന്നു. എന്തുകൊണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി ISROയെ ആശ്രയിച്ചു എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ശാസ്ത്രം, നമ്മുടെ ടെക്നോളജി, ISROയുടെ ഈ പറയുന്ന കരുത്തനായ റോക്കറ്റ് PSLV C-59 എന്ന് പറയുന്ന റോക്കറ്റ്, അത് ഇത്രയും നാൾ ചെയ്തിരിക്കുന്ന ദൗത്യങ്ങൾ എല്ലാം വിജയകരമായിരുന്നു. അതിൽ തന്നെയാണ് ESA വീണുപോയത്. ESA കൃത്യമായി ISROയെ സമീപിക്കുന്നു, ഇങ്ങനെയൊരു ദൗത്യമുണ്ട്, അതിന് പാർട്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ISRO കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. ഇതാണ് പ്രോബ 3 എന്ന് പറയുന്ന മിഷനിലെ ISROയുടെ പാർട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളും കൃത്യമായി ആ ചരിത്രത്തിന്റെ ഭാഗമാകും. പിന്നീട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ESA ഉണ്ടാക്കിയിരിക്കുന്ന ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകൾ ചെയ്യേണ്ടതാണ്. സൂര്യനെ കുറിച്ചുള്ള പഠനമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ കൊറോണഗ്രാഫ് എന്ന് പറയുന്ന ഒരു പേലോഡ് ഉണ്ട്. അതിനാണ് നമ്മൾ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആ സ്പേസ് ക്രാഫ്റ്റിനകത്തുള്ള പേലോഡിന്റെ പേരാണ് ഈ കൊറോണഗ്രാഫ് എന്ന് പറയുന്നത്. മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിന്റെ അകത്തുള്ള പേലോഡിന്റെ പേരാണ് ഒക്കൽട്ടർ എന്ന് പറയുന്നത്. ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പഠനം നടത്താൻ വേണ്ടി പോകുന്നത്. ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. കാരണം കൃത്രിമമായിട്ടൊരു സൂര്യഗ്രഹണം ഉണ്ടാക്കുക, അതാണ് ഈ ഒക്കൽട്ടർ സ്പേസ് ക്രാഫ്റ്റിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതിനായി എന്താണ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായ അകലം, ഒരു 144 മീറ്റർ, അത്രയും ചെറിയൊരു അകലമാണ്. നമ്മുടെ റോഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഒരു സാധനമല്ല, സ്പേസിലാണ്. ഏതാണ്ട് 65,000 കിലോമീറ്റർ വരെ വരും ആ ഭ്രമണപഥത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും. അത്രയും അകലെയുള്ള ഒരു ഭ്രമണപഥത്തിൽ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളെ 144 മീറ്റർ മാത്രം അകലത്തിൽ നിർത്തിക്കൊണ്ട് കറക്കുക, അല്ലെങ്കിൽ ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന് എത്രമാത്രം ശാസ്ത്രീയമായ പുരോഗതി പ്രാപ്യമാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. നേരത്തെ 6 മണിക്കൂറിൻ്റെ ഒരു കാര്യം നേരത്തെ ഗൂഗിൾ തന്നെ സൂചിപ്പിച്ചല്ലോ. അത്രയും സമയം അത് ഈ ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങാൻ പോവുകയാണെങ്കിൽ ആ സമയം കൊണ്ട് ഇത് നടക്കും എന്ന് ഒരുപക്ഷെ സയൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര ലോകത്തെ അറിയിക്കുക എന്നാണ് ESA അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നത് ഗൂഗിൾ.